എനിക്ക് നടുവിന് നല്ല വേദന ഉണ്ടായിരുന്നു. മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറാനോ പിടിക്കാനോ പറ്റില്ല. ഇരിക്കുക എണീക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നത് മാർച്ച് മാസത്തിലാണ് വന്നത്. ഇപ്പം 3 മാസമാവുക. വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ്. അതായത് കാലിന് ഭയങ്കര കട്ടുകഴപ്പാണ്. നിൽക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. കാലിന് നല്ല കട്ടുകഴപ്പ് എടുക്കണമായിട്ട് തോന്നും. നല്ല വേദന തോന്നും. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നും. അതുപോലെ നടക്കുമ്പോഴാണെങ്കിലും ഈ ബാക്കില് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഇതറിഞ്ഞ് ഇവിടെ വരാൻ ഉണ്ടായ കാരണം. നിലത്തിരുന്ന് എണീക്കാൻ പറ്റില്ല. കസേരയിൽ നിന്നിട്ട് എണീക്കാനൊക്കെ ആണെങ്കിലും ആരുടെയെങ്കിലും സഹായമോ അല്ലെങ്കിൽ വടിയോ എന്തെങ്കിലും വേണം. ഇപ്പൊ അത് ആ പ്രശ്നമില്ല. എണീക്കൊക്കെ ചെയ്യാം. എന്തായാലും അത് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് വന്നത്. വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം ഉണ്ടായിട്ട് തന്നെയാണ് വന്നത്. അത് വിശ്വാസം തെറ്റിയില്ല. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് പിടിച്ച് ഡോക്ടർ ഇത് ചെയ്തപ്പോൾ തന്നെ ആശ്വാസം തോന്നി. പിന്നെ കാലിൻ്റെ വ്യത്യാസം അത് മാറിക്കിട്ടി. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. മുട്ടുവേദന ഉള്ളവരെ ഇത് വലിയ കോസ്റ്റുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. അപ്പോൾ പലതരം ട്രീറ്റ്മെന്റുകളുണ്ട്. എങ്കിലും ഇതെനിക്ക് തോന്നുന്നു ഇത് വലിയ കോസ്റ്റ് അല്ല. അതുപോലെ തന്നെ എക്സർസൈസ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ മരുന്നുകളൊന്നും കഴിക്കണ്ട. അതൊരു വലിയ കാര്യം തന്നെയാണ്. മരുന്നുകൾക്കല്ല പ്രാധാന്യം. നമ്മളെ ശരീരത്തെ എക്സർസൈസ് ചെയ്യിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കി കൊണ്ടുവരികയാണ്. അതുപോലെ സ്ട്രെങ്തനിങ് കിട്ടുന്നുള്ള മസിലുകൾക്ക് സ്ട്രെങ്തനിങ് കിട്ടുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണല്ലോ. തീർച്ചയായിട്ടും ഇതുപോലെ സെന്ററിൽ വരണം. അത് ചെയ്ത് നോക്കണം. നിങ്ങൾ തീർച്ചയായും ആശ്വാസം കിട്ടും. അതൊരു സംശയമില്ല. മറ്റു ഓപ്പറേഷനോ മറ്റു കാര്യങ്ങൾ വേണം എന്നുള്ളത് അവസാന ഇത് എടുക്കേണ്ട തീരുമാനമാണ്. ആദ്യമേ കയറി ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാകുമ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. നമ്മളെ മസിലുകൾ പിടിച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നതല്ലേ ഉള്ളൂ. അതാണ്ട് ഒരു പരീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. സംശയമില്ല. ഭയങ്കര വേദനയായിരുന്നു. ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ കാല് സമം അല്ലാന്ന് പറഞ്ഞു. പാദം കഴിഞ്ഞപ്പോ തനിയെ എണീക്കാനൊക്കെ സാധിച്ചായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാല്ല. ഞങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതാണ് ഏറ്റവും വലുത്. എല്ലാവർക്കും ഇതേ എമൗണ്ടിലൊന്നും വന്ന് ചെയ്യാൻ സാധിക്കൂലല്ലോ. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എക്സസൈസ് ചെയ്ത് കുറവുണ്ടെങ്കിൽ ഇവിടെ വന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെടാം. എനിക്ക് ഏറ്റവും ഉള്ളത് നടുവിനായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു. ആ വേദന മാറിക്കിട്ടിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും തന്നെ. പിന്നെ മുട്ടിനും വേദന അസഹ്യമായിട്ടുണ്ട്. അത് എക്സർസൈസ് ചെയ്യുമ്പോൾ എനിക്ക് ആശ്വാസമുണ്ട്. പിന്നെ മുട്ടിന് ഒരു 70% വ്യത്യാസമുണ്ട്. നടുവിന് ഏതാണ്ട് ആൾമോസ്റ്റ് സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഒരു ഹാപ്പിയാണ്.